മാറാക്കര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മൂന്നാൽ വലിയ നിരപ്പ് കുന്ന് മണ്ണ് ഖനനവുമായി ബന്ധപ്പെട്ട് KNR കമ്പനിക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്ന് PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. അടിച്ചമർത്തപ്പെടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിനും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടി ഇക്കാലവും ജനങ്ങളോടൊപ്പം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് മീഡിയ ടൈംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴായിട്ട് നമ്മളത് അനുഭവിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരുടെ ഇടപെടൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരിശ്രമവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസം മാറാക്കരയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു സംഭവമായിരുന്നു മാറാക്കര മുഴങ്ങാണിയിലെ മണ്ണെടുപ്പ് കേന്ദ്രം അവർ ആദ്യമായിട്ട് സന്ദർശിക്കുകയും അത് പൊതുജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അത്തരം വിഷയം കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് PDP ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ചെറുതെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസമേകാൻ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് മീഡിയ ടൈംസിന് എല്ലാ രീതിയിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മാറാക്കര പഞ്ചായത്ത് മുഴങ്ങാണിയിൽ KNR കമ്പനിക്ക് വേണ്ടി മണ്ണെടുക്കുന്നത് മൂലം പ്രദേശത്തെ ജനജീവിതത്തിന് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതിനാൽ മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബോർഡും കക്ഷിയാകണമെന്ന് PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. മാറാക്കര പഞ്ചായത്തിലെ മൂന്നാൽ വലിയ നിരപ്പ് പ്രദേശത്തിന് വലിയ രീതിയിൽ മണ്ണെടുത്തുകൊണ്ട് അവിടുത്തെ ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമാക്കിയ KNR കമ്പനിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ PDPയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുകയും അതോടുകൂടെ തന്നെ മാറാക്കര പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നും PDP നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും PDP ഈ വിഷയത്തിൽ ആവർത്തിച്ച് പറയാനുള്ളത് അവിടുത്തെ ജനങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും അവിടെ ഒരു ഉണ്ടാക്കിയിട്ടുള്ള സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് മണ്ണെടുപ്പ് അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ അടിയന്തരമായിട്ട് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി കൂടി കക്ഷി ചേരണമെന്നാണ് PDP ആവശ്യപ്പെടുന്നത്. UDFൻ്റെ നേതാക്കൾ വലിയ രീതിയിലുള്ള വാചാലരാകുന്നത് കേട്ടു. ആ വിഷയത്തിൽ അവർ പറയുന്നത് അവർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന നൽകി ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ അവർ നൽകിയിട്ടുള്ള കേസിൽ കക്ഷിയേർന്നുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയണമെന്നാണ് PDP ആവശ്യപ്പെടുന്നത്. 2 വർഷമായി KNR കമ്പനി 10 ഹെക്ടർ സ്ഥലത്ത് എല്ലാ നിയമത്തെയും കാറ്റിൽ പറത്തി ജനജീവിതത്തെ ബാധിച്ച മണ്ണെടുപ്പ് നടന്നിട്ടും UDF ഭരണസമിതി സ്ഥലം സന്ദർശിക്കുകയോ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം സമരസമിതി ഭാരവാഹികളോടൊപ്പം സ്ഥലം PDP നേതാക്കൾ സന്ദർശിച്ചിരുന്നു. PDP നേതാക്കളായ ശശി പൂവഞ്ചിന, KT ഹുസൈൻ, ഹസൻകുട്ടി, മുഹമ്മദ് അലി, ബാവ ഇടത്തടത്തിൽ, ജനകീയ സമിതി നേതാക്കളായ മുസ്തഫ, കരീം, സൈദലവി, നൌഷാദ്, ഷമീർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്.
പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. ഹൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.